ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ ഭാഗത്തുള്ള റെസ്പോൺസ് വളരെ കുറവാണ്. കമൻസ് പോയിട്ട് ആരും ലൈക്ക് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ 2 പാട്ടും കൂടെ പോസ്റ്റ് ചെയ്ത് ഞാൻ യൂട്യൂബ് സ്റ്റോറി പോസ്റ്റ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. കലിപ്പൻ്റെ പൂച്ചക്കണ്ണി പെണ്ണ് ഭാഗം 38. രചന ഫൗസിയ നൗഷാദ്. കണ്ണേടൻ ഒരിക്കലും തന്നോടിങ്ങനെ സംസാരിക്കില്ല. അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. എങ്കിലും അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അടുക്കളയിൽ ചായ എടുക്കുമ്പോഴും തുമ്പിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്നും രാവിലെ ചിരിച്ചുകൊണ്ട് ചായ കൊണ്ടുതരുന്ന കണ്ണേട്ടൻ ഇന്ന് തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. മനുവേട്ടൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കണ്ണേട്ടനെ വിഷമിപ്പിച്ചു കാണുമോ? അവൾ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. അന്ന് വൈകിട്ട് ഗായത്രി അമ്മ കണ്ണനെ വിളിച്ചു. വിവാഹത്തിന് അടുത്ത തീയതി കുറിക്കണമെന്നും നാളെ രാവിലെ തന്നെ ജോത്സ്യനെ പോയി കാണണമെന്നും ഗായത്രി അമ്മ പറഞ്ഞു. കണ്ണനൊന്നും മിണ്ടാതെ തലയാട്ടി. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു വലിയ കടൽ ഇരമ്പുകയായിരുന്നു. തുമ്പിയെ മറ്റൊരു വീട്ടിലേക്ക് എന്നേക്കുമായി പറഞ്ഞു വിടുകയാണല്ലോ എന്നൊരു വേദന അവന് താങ്ങാനായില്ല. അവളില്ലാത്തൊരു വീട് അവന് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും ഓരോ നിമിഷവും. തുമ്പിയെ ഹോസ്റ്റലിൽ അയച്ചപ്പോൾ നല്ലപോലെ അത് മനസ്സിലായതാണ്. ഇനി എന്നേക്കുമായി അവളെ പറഞ്ഞു വിടുക എന്നത് അല്പം പ്രയാസമാണ്. പിന്നെ ഒരു ആശ്വാസം, അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ ഒപ്പമാണ് പോകുന്നത്. അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ലല്ലോ. പിറ്റേന്ന് രാവിലെ നിശ്ചയിച്ച പ്രകാരം മനുവും വീട്ടുകാരും എത്തി. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. തുമ്പി ഒരു പട്ടുസാരിയൊക്കെ ഉടുത്ത് അതീവ സുന്ദരിയായി വരാന്തയിലേക്ക് വന്നു. അവളുടെ കണ്ണുകൾ പക്ഷേ പഠിക്കാൻ നിൽക്കുന്ന കണ്ണേടനെയാണ് തിരഞ്ഞത്. ജോത്സ്യൻ ഓരോ തീയതികൾ കുറിക്കുമ്പോഴും മനുവിന്റെ മുഖത്ത് വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. അടുത്ത മാസം 10-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്, നമുക്കത് ഉറപ്പിച്ചാലോ? ജോത്സ്യൻ ചോദിച്ചു. രാമച്ചനും കലയമ്മയും സന്തോഷത്തോടെ സമ്മതിച്ചു. അപ്പോഴാണ് ഗായത്രി അമ്മ കണ്ണനെ അടുത്തേക്ക് വിളിച്ചത്. കണ്ണ, നിന്റെ അനിയത്തിയുടെ കല്യാണമല്ലേ? നീ വേണം എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്താൻ. നിനക്ക് സമ്മതമല്ലേ? കണ്ണൻ പതുക്കെ ചിരിച്ചു. അമ്മേ, തുമ്പിയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അവൾക്ക് ഇഷ്ടമുള്ളത് പോലെ നടക്കട്ടെ. ആ വാക്കുകൾ കേട്ടപ്പോൾ തുമ്പിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. കണ്ണേട്ടൻ തന്നെ ഒരു അന്യയെ പോലെ കാണുകയാണോ? മനുവേട്ടൻ പറഞ്ഞത് കേട്ട് കണ്ണേട്ടൻ എന്നെ കൈവിടുകയാണോ? കല്യാണാലോചന നടക്കുന്നതിനിടയിൽ മനു തുമ്പിയെ ഒന്ന് അടുത്തേക്ക് വിളിച്ചു. കണ്ടോ തുമ്പി, എല്ലാവരും എത്ര സന്തോഷത്തിലാണെന്ന്. ഇനി നിന്റെ ഒപ്പം എന്ന് ഞാനുണ്ടാവും. മനു വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. തുമ്പി മനുവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിലൊരു ചെറിയ പേടിയും അതിലേറെ സങ്കടവും ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ ആലോചനകൾ കഴിഞ്ഞ് മനുവും വീട്ടുകാരും മടങ്ങിയതോടെ ആ വീട് പെട്ടെന്ന് നിശബ്ദമായി. എല്ലാവരും കല്യാണ തിരക്കുകളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും കണ്ണൻ മാത്രം പതിവ് പോലെ തൊടിയിലെ പണികളിലേക്ക് ഒഴിഞ്ഞുമാറി. തുമ്പിക്കതൊന്നും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പതുക്കെ പറമ്പിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ തെങ്ങിൻ തടം വെട്ടുന്ന തിരക്കിലായിരുന്നു കണ്ണൻ. കണ്ണേട്ട, അവൾ പതുക്കെ വിളിച്ചു. കണ്ണൻ കേട്ട പാവം നടിച്ചില്ല. തുമ്പി വീണ്ടും അടുത്തു ചെന്ന് അവന്റെ കൈകളിൽ പിടിച്ചു. എന്നോടെന്താ മിണ്ടാത്തത്? കണ്ണേട്ടൻ പണ്ട് തന്ന ഉറപ്പുകളൊക്കെ എവിടെ പോയി? ഇപ്പോൾ ഞാൻ ഒരു അന്യായതുപോലെയാണോ കണ്ണേട്ടന്റെ പെരുമാറ്റം? കണ്ണൻ പതുക്കെ കൈവിടുവിച്ചു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാരം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല തുമ്പി, നിനക്കിനി ഒരു പുതിയ ജീവിതം തുടങ്ങേണ്ടവളല്ലേ? മനു പറഞ്ഞത് ശരിയാ. എന്റെ അമിതമായ ഇടപെടലുകൾ നിന്റെ ദാമ്പത്യത്തിന് ചിലപ്പോൾ തടസ്സമായേക്കാം. അതുകൊണ്ട് പതുക്കെ ശീലിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. എന്ത് ശീലിക്കാൻ? തുമ്പിയുടെ സ്വരം ഇടറി. കണ്ണേടനില്ലാതെ ഒരു ജീവിതം എനിക്ക് വേണ്ട. മനുവേടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടാവാം, പക്ഷേ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് കണ്ണേട്ടൻ തന്നെയാണ്. അത് മാറ്റാൻ ആര് പറഞ്ഞാലും എനിക്ക് കഴിയില്ല. കണ്ണൻ ദീർഘശ്വാസത്തോടെ അവളെ നോക്കി. മണ്ടത്തരം പറയാതെ തുമ്പി, ലോകം ഇങ്ങനെയാ. നീ മനുവിനോടൊപ്പം സന്തോഷമായിരിക്കണം. ഈ കണ്ണേടൻ എന്നും നിന്റെ പ്രാർത്ഥനകളിൽ ഉണ്ടാവില്ലേ? അത് മതി എനിക്ക്. രാത്രിയിൽ ഉറക്കം വരാതെ കിടന്ന തുമ്പി മനുവിന്റെ വാക്കുകളെക്കുറിച്ച് ആലോചിച്ചു. മനുവിനോടുള്ള ഇഷ്ടത്തെക്കാൾ വലിയൊരു ഭയം അവളുടെ ഉള്ളിൽ നാമ്പിട്ട് തുടങ്ങിയിരിക്കുന്നു. തന്നെ കണ്ണനിൽ നിന്ന് അകറ്റാൻ മനു ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം അവളെ വല്ലാതെ അലോസരപ്പെടുത്തി. പക്ഷേ ഇത്രനാളില്ലാതെ ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടി? ഇത്രയും നാൾ താൻ അവന് സ്വന്തമാവുമെന്ന് ഉറപ്പില്ലാത്തതിനാലാവണം അങ്ങനെ. പക്ഷെ ഇപ്പോൾ നിശ്ചയം കഴിഞ്ഞില്ലേ? അതാണോ ഇനി ഇങ്ങനെ? പിറ്റേന്ന് രാവിലെ മനു കോളേജിൽ വിടാൻ വന്നപ്പോഴും തുമ്പി ആകെ മൂകിയായിരുന്നു. യാത്രക്കിടയിൽ മനു വീണ്ടും കണ്ണനെക്കുറിച്ച് പരാമർശിച്ചു. തുമ്പി, കല്യാണം കഴിഞ്ഞാൽ നമുക്ക് സിറ്റിക്കടുത്തുള്ള എൻ്റെ ഫ്ലാറ്റിലേക്ക് മാറാം. എനിക്ക് ജോലിക്ക് പോകാനും നിനക്ക് പഠിക്കാൻ പോകാനും അതായിരിക്കും സൗകര്യം. അവിടെ സമാധാനമായിരിക്കും. ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണമെന്നില്ല. നിന്റെ ഈ കണ്ണേടനെ കാണാതിരുന്നാൽ നിനക്ക് പതുക്കെ അമിതമായ സെന്റിമെന്റ്സ് മാറിക്കോളും. മനുവിന്റെ വാക്കുകൾ കേട്ട് തുമ്പി ഞെട്ടിപ്പോയി. തന്നെ തന്റെ പേരുകളിൽ നിന്നും കണ്ണേടനിൽ നിന്നും പൂർണ്ണമായി അടർത്തിയെടുക്കുകയാണോ മനു ശ്രമിക്കുന്നത്? അവൾ പതുക്കെ മനുവിനെ നോക്കി. ആ മുഖത്തെ വിജയിച്ചിരി സ്നേഹത്തെക്കാൾ വലിയൊരു ഉടമസ്ഥാവകാശം അവൾക്ക് കാണാൻ കഴിഞ്ഞു. ആ നിമിഷം തുമ്പി തിരിച്ചറിഞ്ഞു, കണ്ണേടന്റെ നിശബ്ദത വെറുമൊരു പിണക്കമല്ല, മറിച്ച് തന്റെ സന്തോഷത്തിനായി അദ്ദേഹം സ്വയം ഉരുകിത്തീരുകയാണെന്ന്. വീട്ടിലെത്തിയ തുമ്പി കണ്ടത് വരാന്തയിലിരുന്ന് തന്റെ പാദസരം നന്നാക്കണ കണ്ണനെയാണ്. പണ്ടവൾക്ക് ഓടി നടക്കാൻ പരുവത്തിൽ അവൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണത്. കണ്ണേട്ട, അവൾ ഓടിച്ചെന്ന് അവന്റെ അരികിലിരുന്നു. കണ്ണൻ പുഞ്ചിരിയോടെ അവളെ നോക്കി.
നാളെ മുതൽ കോളേജിൽ പോകണ്ടേ? നിന്റെ ഈ പഴയ പാദസരം ഒന്ന് മുറുക്കിയതാ. പുതിയ ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഴയ ചങ്ങലകൾ പൊട്ടാൻ പാടില്ലല്ലോ. കണ്ണന്റെ ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അർത്ഥം തുമ്പിക്ക് അപ്പോഴാണ് മനസ്സിലായത്. തന്നെ പോകാൻ അനുവദിക്കുകയാണെങ്കിലും തന്റെ ഓരോ ചുവടിലും തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കണ്ണേടൻ ഇപ്പോഴും ജാഗരൂകനാണ്. തുമ്പി ആ പാദസരം കയ്യിലെടുത്തു. അവളുടെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. കണ്ണേട്ടൻ പണി തീർത്ത പാദസരത്തിന്റെ കുഞ്ഞുമണികൾ കിലുങ്ങിയപ്പോൾ അവൾക്ക് തോന്നിയത് അത് തന്റെ ഹൃദയമിടിപ്പാണെന്ന്. തന്നെ വിട്ടുപോകാൻ സ്വയം ശീലിക്കുന്ന, തന്റെ സന്തോഷത്തിനായി സ്വന്തം ഇഷ്ടങ്ങൾ കുഴിച്ചുമൂടുന്ന ഈ മനുഷ്യനെ വിട്ടൊരു ജീവിതം അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അന്ന് വൈകുന്നേരം ചായയുമായി കണ്ണന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തുമ്പിയുടെ മുഖത്തൊരു വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. കണ്ണേട്ട, മനുവേട്ടൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് എന്നെ സിറ്റിയിലെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഇടയ്ക്ക് പോലും ഇങ്ങോട്ട് വരണ്ട എന്ന്. കണ്ണൻ ഒന്ന് വിറച്ചു. ചായക്കപ്പ് വാങ്ങാൻ നീട്ടിയ കൈകൾ അവൻ സാവധാനം പിൻവലിച്ചു. അത് നല്ല കാര്യമല്ലേ തുമ്പി? കണ്ണൻ വളരെ ശാന്തമായി ചോദിച്ചു. നഗരത്തിലാകുമ്പോൾ നിനക്ക് പഠിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും. മനുവിന് ജോലിക്ക് പോകാനും എളുപ്പമാവും. പിന്നെ ഈ വീട്, ഇവിടെ നമ്മളൊക്കെയല്ലേ ഉള്ളൂ. നീ നിന്റെ പുതിയ ജീവിതത്തിലേക്ക് പൊരുത്തപ്പെട്ട് വരുമ്പോൾ ഇതൊക്കെ പതുക്കെ കുറയുന്നത് സ്വാഭാവികമാണ്. കണ്ണേടന് സങ്കടമില്ലേ? തുമ്പി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ഈ വീട്ടിലില്ലാതെ, കണ്ണേടനെ കാണാതെ ദൂരേക്ക് പോകുന്നത് കണ്ണേടന് ഒട്ടും പ്രയാസമില്ലേ? കണ്ണൻ പതുക്കെ ചിരിച്ചു. ആ ചിരിക്ക് വല്ലാത്തൊരു മങ്ങലുണ്ടായിരുന്നു. സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാ അത് പിന്നെ ഉണ്ടാകില്ലേ. പക്ഷെ അതിനേക്കാൾ വലുത് നിന്റെ സന്തോഷമാണ്. മനു നിന്നെ അത്രയും കെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നീ മനുവിനെ അനുസരിക്കണം. അവൻ പറയുന്നത് നിന്റെ നല്ലതിനാണ്. കണ്ണൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും തന്റെ ഉള്ളിലെ നോവിനെ അവൻ ആനമർത്തുകയായിരുന്നു. തുമ്പി ഇങ്ങനൊരു മറുപടി അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കണ്ണേട്ടൻ തന്നെ ചേർത്ത് പിടിക്കുമെന്നും നീ എങ്ങോട്ട് പോകേണ്ട എന്ന് പറയുമെന്നുമാണ് അവൾ കരുതിയത്. അന്ന് രാത്രി സന്ധ്യയെ കെട്ടിപ്പിടിച്ചു കിടക്കാൻ നേരം അവർ അവളോട് സംസാരിച്ചു. മോളെ, അമ്മ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ചോദിക്കമ്മ. നിനക്ക് മനുവിനെ ശരിക്കും ഇഷ്ടമാണോ? പിരിയാൻ പറ്റാത്തത്രയും? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ശരിക്കും ഇഷ്ടം അമ്മേ. 3 വർഷം സ്നേഹിച്ചതല്ലേ ഞങ്ങള്. എനിക്ക് മനുവേടനെ ഇഷ്ടാ. മനുവേടനെ അങ്ങനെ തന്നെയാ. അല്ല, എന്താ ഇപ്പൊ ചോദിക്കാൻ? അത് മോളെ, അമ്മ ഒരു കാര്യം പറയാം. നിന്റെ അച്ഛന് നല്ല സമ്പത്തുണ്ടായിരുന്നു. അതായത് നിന്റെ അച്ഛന്റെ അച്ഛൻ സമ്പാദിച്ചതാണ് അതൊക്കെ. പണം കൂടി ഉള്ളത് കൊണ്ടാണ് രാമച്ചൻ എന്നെ അവിടേക്ക് അയച്ചത്. നല്ല ചെക്കനും സമ്പത്തും, പെങ്ങൾക്കൊരു കുറവും ഉണ്ടാവില്ലെന്ന് വെച്ചു. പക്ഷെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ ഞാൻ അവിടെ ജീവിച്ചിട്ടില്ല. അതോർത്താ എനിക്ക് പേടി. മനുവും വീട്ടുകാരും. ഇല്ലമ്മേ, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. മനുവേട്ടന് പണത്തിന്റെ അഹങ്കാരമൊന്നുമില്ല. പാവ. കണ്ണൻ സന്ധ്യ ഒന്ന് നിർത്തി. കണ്ണേടൻ എന്നോട് അങ്ങനൊന്നും ഇല്ല അമ്മേ. കണ്ണേടൻ ഞാൻ പെങ്ങളാ. പിന്നെ മനുവേട്ടനെ സ്നേഹിച്ച് ഇത്രയും വാക്ക് കൊടുത്ത് പറ്റിക്കാൻ ഈ തുമ്പിക്ക് ആവില്ല അമ്മേ. സന്ധ്യ പിന്നെ ഒന്നും പറഞ്ഞില്ല. കല്യാണ ഒരുക്കങ്ങൾ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. വീട്ടിൽ കല്യാണ തിരക്കുകൾ കൂടി വന്നു. മനു ഇടയ്ക്കിടയ്ക്ക് വന്ന് കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വാചാലനായി. തുമ്പി, ഞാൻ പറഞ്ഞില്ലേ സിറ്റിയിലെ ഫ്ലാറ്റ്, അത് ഞാൻ ബുക്ക് ചെയ്തു. നമുക്ക് അങ്ങോട്ട് മാറുന്നതിന് മുന്നേ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് വെച്ചോ. പഴയ ഈ പൾസറൊക്കെ അവിടെ വെച്ച് നമുക്ക് പുതിയത് വാങ്ങാം. മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തുമ്പി ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ വരാന്തയുടെ അറ്റത്ത് തിരക്കുകൾക്കിടയിൽ ഓടി നടക്കുന്ന കണ്ണേട്ടനിലായിരുന്നു. പന്തലിടുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും എല്ലാം കണ്ണേട്ടനാണ്. പക്ഷേ ഇപ്പോൾ അവൻ തുമ്പിയുടെ അടുത്തേക്ക് വരുന്നത് പോലുമില്ല. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം കണ്ണൻ തന്റെ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്നു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നന്ദി.